ഹായ് ഡേ ഇസ്ലാമിക് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ കോഴിക്കോട് പോവാണ് കേട്ടോ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോകേണ്ട ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു. ഒരു പേപ്പർ കൊണ്ടുപോയി കൊടുക്കാണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാനും ഇക്കായും മോനും കൂടെ പോവാം കേട്ടോ. ഏകദേശം ഒരു 11 മണിയാകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല വെയിലാണ് കേട്ടോ. അതായത് തല വെട്ടി പൊളിക്കുന്ന ടൈപ്പ് വെയിലുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ എന്തായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആദ്യം പോയിട്ട് പിന്നെ ഫുഡ് അടിക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ മെഡിക്കൽ കോളേജിലൊക്കെ എത്തി. അവിടെ നിന്നൊക്കെ ഞങ്ങൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ നമ്മൾ കോഴിക്കോട് വന്ന റഹ്മത്ത് പോകണമല്ലോ. അങ്ങനെ റഹ്മത്ത് ഹോട്ടലിൽ പോയിട്ട് നമ്മൾ ബീഫ് ബിരിയാണി ഒക്കെ ഓർഡർ ചെയ്തിട്ട് അത് കഴിച്ചു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് മോന് ഭയങ്കര ഒരു കരച്ചിൽ കേട്ടോ. നമുക്ക് കോഴിക്കോട് ബീച്ചിൽ പോകണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശി കേട്ടോ. അപ്പോൾ ഇവിടെ വരെ വന്നതല്ലേ, ചില സമയത്ത് നമ്മൾ മക്കളെ വാശികൾക്ക് വിട്ടുകൊടുക്കും അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ മോൻ്റെ വാശിക്കൊത്ത് ഒന്ന് നിന്ന് കൊടുത്തതാണ്. പക്ഷേ വെയിലിൻ്റെ കാഠിന്യം കൊണ്ട് ബീച്ചിലിരിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് അറിയില്ല കേട്ടോ. പിന്നെ നമ്മളെപ്പോലത്തെ നട്ടപ്പിരാന്തൊന്നും ആർക്കും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ നേരെ കോഴിക്കോട് ബീച്ചിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് തണലുള്ള സ്ഥലം നോക്കിയിട്ട് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അധികം അങ്ങനെ ബീച്ചിലൊന്നും അധികം ആളൊന്നും ഇല്ല കേട്ടോ. കാരണം ഈ ഉച്ചയുടെ ടൈം ആയതുകൊണ്ട് തന്നെ അധികം ആളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളൊരു തണലത്ത് ഈ മരത്തിൻ്റെ ചോട്ട് പോയി ഇരിക്കാമെന്ന് കരുതി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. വെയിലാണെന്നുണ്ടെങ്കിലും അങ്ങനെ അവിടെ ഇരുന്നൊക്കെ കഴിഞ്ഞപ്പോൾ മോന് ഭയങ്കര വാശി, വെള്ളത്തിൽ ഇറങ്ങണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇക്കാനോട് എന്നെക്കൊണ്ട് പറ്റില്ല, ഞാൻ പോരില്ല എന്ന്. അങ്ങനെ ഇക്കായും മോനും കൂടെ ഡ്രസ്സൊക്കെ ഊരി വെച്ച് മോൻ ഡ്രസ്സൊക്കെ ഊരി വെച്ചാൽ നേരെ വെള്ളത്തിലോട്ട് ഇതാ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് എൻജോയ് ആയിനാണല്ലോ അവൻ വാശി പിടിച്ച് ഇവിടെ വരെ വന്നേ. അപ്പോൾ എന്തായാലും കുറച്ച് നേരം അവൻ്റെ കളിക്കൊക്കെ ഇക്കാൻ നിന്ന് കൊടുത്തു. അങ്ങനെ അവൻ കളിയൊക്കെ ആയിട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വെയിലിൻ്റെ ചൂടൊന്നും കൂടെ കൂടിക്കൊണ്ട് ഇക്ക പറഞ്ഞ് തിരിച്ച് കയറിപ്പോകാൻ. പക്ഷേ അവൻ കേട്ടില്ല. പിന്നെ എങ്ങനെയൊക്കെയോ ഒരു വിധത്തിൽ അവനെ പറഞ്ഞ് ഒപ്പിച്ച് ഇക്ക തൂക്കിയെടുത്ത് അവനെ ഇപ്പം കൊണ്ടുവരും കേട്ടോ. മക്കൾ ഈ ബീച്ച് എന്നൊക്കെ പറഞ്ഞ മക്കൾക്ക് പാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ മക്കൾ ഒരു വിട്ടുവീഴ്ച കഴിയാത്ത ആൾക്കാരല്ലേ. അതൊക്കെ കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും അവിടെ പോകേണ്ടി വരും, കയറേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു വാശികൾക്കൊക്കെ ചില സമയത്ത് നമ്മൾ നിന്ന് കൊടുക്കും കേട്ടോ. അങ്ങനത്തെ വാശിക്ക് മാത്രമേ നിന്ന് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അതാ അങ്ങനെ മോനെ എടുത്ത് വരുന്നുണ്ട് കേട്ടോ. പിന്നെ എന്തായാലും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നർ നനഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അത് മാറ്റി ഷൂവിലൊക്കെ നല്ല മണലാവും കേട്ടോ. കാരണം നമ്മൾ വേറെ സ്പെയർ ഡ്രസ്സും കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ലായിരുന്നല്ലോ. നല്ല ഇതുണ്ടാവേ. അപ്പോൾ അങ്ങനെ കയറ്റി കഴിഞ്ഞപ്പോൾ അവൻ എൻ്റെ കൈ പിടിച്ച് എന്നോട് പറയാം കേട്ടോ, അമ്മച്ചി കടൽ കണ്ടില്ലല്ലോ, നീ വാ അമ്മച്ചി വാ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൈ പിടിച്ചുകൊണ്ട് അവൻ പോവാണ്. സംഭവം ഈ ഭാഗത്ത് വോയിസ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആ വോയിസ് എന്തോ കാരണം കൊണ്ട് മൂട്ടായണേ, അതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കേണ്ടി വന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റുള്ള വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.